ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ഹോസ്പിറ്റൽ ബാഗ് പാക്കിംഗ് വീഡിയോ ആയിട്ടാണ് കേട്ടോ. ഓൾറെഡി ഞാനെല്ലാം പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് വെച്ചത് എന്നുള്ളത് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഇപ്പോൾ എനിക്ക് 9 മാസം സ്റ്റാർട്ടായിട്ടുണ്ട്. അപ്പോൾ ഏത് നിമിഷവും നമുക്കിനി ഹോസ്പിറ്റലിലേക്ക് പോകേണ്ടി വരും. അപ്പം നേരത്തെ എല്ലാം പാക്ക് ചെയ്ത് വെക്കുകയാണെങ്കിൽ ഭയങ്കര എളുപ്പമായിരിക്കും പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഒരു ഓർഗനൈസർ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇത് ഞാൻ ഓൺലൈനിൽ നിന്ന് വാങ്ങിച്ചതാണ്. 7 ബാഗാണ് കേട്ടോ വരുന്നത്. ഡിഫറെൻറ്റ് സൈസിലാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കണ്ടു നോക്കാം കേട്ടോ. അപ്പോൾ ഞാൻ എന്തായാലും പ്രൊഡക്റ്റ് എന്തായാലും ടാഗ് ചെയ്ത് കൊടുക്കാം. എനിക്ക് നല്ല യൂസ്ഫുള്ളായി തോന്നി. ഓരോ ഐറ്റംസിനെ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് വെക്കാൻ വേണ്ടിയിട്ട് നല്ലതാണ്. അപ്പോൾ ആദ്യം തന്നെ എൻ്റെതാണ് ഞാൻ പാക്ക് ചെയ്യുന്നത്. അപ്പം ബേബിയുടെ സാധനങ്ങളൊക്കെ ഞാൻ വാങ്ങിച്ചത് ഫസ്റ്റ് ക്രൈയിൽ നിന്നാണ് കേട്ടോ. എല്ലാ സാധനങ്ങളും വാങ്ങിച്ചത് എൻ്റെതാണെങ്കിൽ ഓരോ ചെറിയ ചെറിയ ഷോപ്പിലൊക്കെ കയറിയിട്ടാണ് വാങ്ങിച്ചിട്ടുള്ളത്. അപ്പോൾ എല്ലാം നമ്മൾ വാങ്ങി വാഷ് ചെയ്ത് നല്ല വെയിലത്തിട്ട് ഉണക്കി അയൺ ചെയ്തിട്ടാണ് കേട്ടോ പാക്ക് ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഫസ്റ്റ് എനിക്ക് എന്തൊക്കെയാണ് പാക്ക് ചെയ്ത് വെച്ചിട്ടുള്ളതെന്ന് കാണിച്ചു തരാം. ഫസ്റ്റ് ഈ ഒരു ബാഗിൽ 3 ഫ്രോക്ക് നൈറ്റി വെച്ചിട്ടുണ്ട്, കോട്ടൻ്റെത്. ഇതാണെങ്കിൽ ഓപ്പൺ നൈറ്റിയാണ് കേട്ടോ. അതായത് നടുഭാഗത്തൂടെ ബട്ടൺസ് വരുന്ന ഓപ്പൺ നൈറ്റിയാണ്. അപ്പോൾ ഇത് എല്ലാ ഹോസ്പിറ്റലിലൊന്നും വേണ്ടി വരില്ല. ചില ഹോസ്പിറ്റലിൽ ഓപ്പൺ നൈറ്റി ചോദിക്കാറുണ്ട്. പിന്നെ നമുക്ക് സിസേറിയനൊക്കെ ആണെങ്കിൽ ഓപ്പൺ നൈറ്റി എന്തായാലും ആവശ്യം വരും. അപ്പോൾ ഞാനത് വെച്ചു എന്നേ ഉള്ളൂ. നമ്മുടെ ഹോസ്പിറ്റലിൽ ഓപ്പൺ നൈറ്റി നിർബന്ധമില്ല. എങ്കിലും സിസേറിയൻ ആവുകയാണെങ്കിൽ നമുക്ക് എന്തായാലും അത് വേണ്ടി വരുമല്ലോ. അപ്പോൾ ഒരു ഓപ്പൺ നൈറ്റിയും പിന്നെ 3 ഫ്രോക്ക് നൈറ്റി, ഫീഡിങ് ഫ്രണ്ട്ലി ആയിട്ടുള്ള 3 ഫ്രോക്ക് നൈറ്റിയാണ് കേട്ടോ വെച്ചിട്ടുള്ളത്. എക്സ്ട്രാ ഇതിൻ്റെ കൂടെ 2 നൈറ്റിയും കൂടെ വെക്കണം എന്ന് എനിക്കുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റത്തെ ബാഗിൽ വെച്ചിട്ടുള്ളത്. സെക്കൻഡ് ഞാൻ ഈ ഒരു സിപ്ലോക്ക് കവറിലാണ് കേട്ടോ ആക്കി വെച്ചിട്ടുള്ളത്. ഇതാവുമ്പോൾ നമുക്ക് പുറത്തുനിന്ന് നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും എന്താണ് സാധനം ഇതിൻ്റെ ഉള്ളിലുള്ളത് എന്നുള്ളത്. ഇപ്പോൾ ലേബർ റൂമിലൊക്കെ ആണെങ്കിൽ ഇപ്പം നമ്മുടെ കൂടെയുള്ളവരായിരിക്കും നമ്മുടെ സാധനങ്ങളൊക്കെ എടുത്ത് കൊടുക്കുന്നുണ്ടാവുക. അപ്പോൾ അവർക്ക് പെട്ടെന്ന് കാണാനും പെട്ടെന്ന് എടുത്തു കൊടുക്കാനൊക്കെ വേണ്ടിയിട്ടുള്ള ആ ഒരു എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഈ ഒരു കവറിലാക്കിയിട്ടുള്ളത്. ഇതിൽ ഞാൻ വെച്ചിട്ടുള്ളത് ഒരു കോട്ടൻ്റെ സാരി വെച്ചിട്ടുണ്ട്. ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അലക്കി ഉണക്കി അയൺ ചെയ്തിട്ടാണ് കേട്ടോ വെച്ചിട്ടുള്ളത്. ഇത് കട്ട് ചെയ്തിട്ടൊന്നുമില്ല, സാരി ഫുള്ളായിട്ട് അതുപോലെ മടക്കി വെച്ചതാണ്. പിന്നെയാണെങ്കിൽ വൈറ്റ് ക്ലോത്ത് നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പുതിയത്. അപ്പോൾ അതും കട്ട് ചെയ്യാതെയാണ് വെച്ചിട്ടുള്ളത്. പിന്നെ ഒരു പഴയ സെറ്റ് സാരിയുടെ ആ ഒരു കസവ് വരുന്ന ഭാഗമുണ്ടല്ലോ, അത് കട്ട് ചെയ്ത് മാറ്റിയിട്ട് വെച്ചതാണ് കേട്ടോ. അതും ഞാൻ ചെറിയ കഷ്ണങ്ങളൊന്നും ആക്കിയിട്ടില്ല, സാരി അതുപോലെ തന്നെ വെച്ചതാണ്. പിന്നെ വൈറ്റ് മുണ്ടും കൂടെ വെച്ചിട്ടുണ്ട് ഇതിൻ്റെ കൂടെ. ഇതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ലേബർ റൂമിലൊക്കെ ബ്ലീഡിങ്ങോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കോട്ടൺ തുണികൾ കൊടുക്കേണ്ടി വരും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇത് ഞാൻ വെച്ചിട്ടുള്ളത്. ഓരോ ഹോസ്പിറ്റലിൽ ഓരോ രീതിയായിരിക്കും. ചില ഹോസ്പിറ്റലിൽ വെള്ളത്തുണി തന്നെ വേണമെന്ന് പറയുന്നുണ്ടാവും. അപ്പം ഇവിടെ അങ്ങനെയുള്ള കുഴപ്പങ്ങളില്ല. ഞാൻ കാണിക്കുന്നിടത്ത് ഏത് കോട്ടൻ്റെ തുണിയാലും കൊടുത്താൽ മതി. അതുകൊണ്ടാണ് ഞാനിങ്ങനെ വർക്കൊക്കെയുള്ള സാരി എടുത്തിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ വേറൊരു സിപ്ലോക്ക് കവറിലും ഞാൻ കോട്ടൻ്റെ തുണികളാണ് വെച്ചിട്ടുള്ളത്. കോട്ടൻ്റെ ഒരു സാരി വെച്ചിട്ടുണ്ട്. പിന്നെ 2 ലുങ്കിയും കൂടെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഒരു കാവി ലുങ്കിയും ഒരു കളർ ലുങ്കിയും കൂടെ വെച്ചിട്ടുണ്ട്. നമുക്കുള്ള ആവശ്യത്തിന് തന്നെ ബ്ലീഡിംഗ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എന്തായാലും ഈ ഒരു ലുങ്കിയൊക്കെ കൊടുക്കേണ്ടി വരും. അപ്പം ഞാൻ പറഞ്ഞ പോലെ ചില ഹോസ്പിറ്റലിൽ ഇങ്ങനെ കളറുള്ളത് എടുക്കാറില്ല. അപ്പോൾ ഞാൻ കാണിക്കുന്ന ഹോസ്പിറ്റലിൽ കളറുള്ളത് എടുക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇതെടുത്തിട്ടുള്ളത്. ഇനി വരുന്നത് ഈ ഒരു ബാഗിലാണ്. ഇതെൻ്റെ ഇന്നേഴ്സാണ് കേട്ടോ വെച്ചിട്ടുള്ളത്. പാൻറ്റീസും ബ്രായുമാണ് വെച്ചിട്ടുള്ളത്. ഞാൻ അങ്ങനെ മെറ്റേണിറ്റി ബ്രാ എന്ന് പറഞ്ഞിട്ട് ബ്രായൊന്നും വാങ്ങിച്ചിട്ടില്ല. നോർമലി നമ്മൾ യൂസ് ചെയ്യുന്ന ബ്രാ തന്നെയാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് പിന്നെ നമ്മുടെ ഈ ഒരു ബാഗിൽ ഇതിൽ ഞാൻ ബെഡ്ഷീറ്റാണ് കേട്ടോ വെച്ചിട്ടുള്ളത്. എല്ലാം ഞാൻ സെറ്റ് ചെയ്ത് വെച്ചാണ്. അപ്പോൾ ഇതിൽ ഒരു ബ്ലാങ്കറ്റ് വെച്ചിട്ടുണ്ട്, പിന്നെ 2 ബെഡ്ഷീറ്റും 4 പില്ലോ കവറും കൂടെ വെച്ചിട്ടുണ്ട്. അതായത് നമ്മുടെ കൂടെയുള്ളവർക്കൊക്കെ കിടക്കണമെങ്കിൽ ബെഡ്ഷീറ്റിൻ്റെ ആവശ്യമുണ്ട്. അതുകൊണ്ട് 2 ബെഡ്ഷീറ്റാണ് കേട്ടോ വെച്ചിട്ടുള്ളത്. പിന്നെ പില്ലോ കവറും ഞാൻ എടുത്തിട്ടുണ്ട്. ഒരു ബ്ലാങ്കറ്റാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. നമുക്ക് എന്തായാലും ഹോസ്പിറ്റലിന് ബ്ലാങ്കറ്റും കാര്യങ്ങളും തരും, എങ്കിലും ഞാനൊന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ എടുത്തിട്ടുള്ളതും ഈ ഒരു കവറിൽ നമുക്ക് തോർത്താണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. ഇതുപോലെ 2 വൈറ്റ് തോർത്തും
പിന്നെ ഒരു കളറ് വരുന്ന ഒരു തോർത്തും, 2 വൈറ്റ് എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു കളറ് വരുന്ന ഒരു തോർത്തും കൂടെ വെച്ചിട്ടുണ്ട്. ഈ ഒരു പൗച്ചിൽ നമുക്ക് ആവശ്യമുള്ള കുറച്ച് മേക്കപ്പ് ഐറ്റംസ്, അതായത് പൗഡർ അങ്ങനെയുള്ള സംഭവങ്ങൾ വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ ബ്രഷ് എടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു ക്ലിപ്പ്, നമുക്ക് എന്തെങ്കിലും വാഷ് ചെയ്തിട്ട് ഉണക്കാനൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ക്ലിപ്പ് യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ ഒരു ക്ലിപ്പ് വെച്ചിട്ടുണ്ട്. പിന്നെ ആണെങ്കിൽ ഒരു പേസ്റ്റ്, പിന്നെ നമുക്ക് വാഷ് ചെയ്യാനുള്ളൊരു സോപ്പ് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് കുളിക്കാനുള്ളൊരു സോപ്പും, ഇത് നമുക്ക് പാത്രം കഴുകാനൊക്കെ ഉണ്ടെങ്കിൽ ആ ഒരു സോപ്പ് കേട്ടോ, അതാണ് ഞാൻ വെച്ചിട്ടുള്ളത്. ഇതിൻ്റെ കൂടെ നമുക്ക് മേക്കപ്പ് ഐറ്റംസും കാര്യങ്ങളൊക്കെ വയ്ക്കാവുന്നതാണ്. ഒരു ബോട്ടിൽ ഡിറ്റർജൻറ്റും കൂടെ എടുത്തിട്ടുണ്ടായിരുന്നു, കാരണം ബേബിയുടെ ഡ്രസ്സൊക്കെ വാഷ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ലതായിരിക്കുമല്ലോ. അപ്പോൾ അതും കൂടെ വെച്ചിട്ടുണ്ടായിരുന്നു. ഈ ഒരു മെറ്റേണിറ്റി പാഡ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ കൂടെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ പാൻറ്റീസും വാങ്ങിക്കാം, പക്ഷെ ഞാനത് വാങ്ങിച്ചിട്ടില്ല. എനിക്കത് യൂസ്ഫുള്ളായിട്ട് തോന്നുന്നില്ല കേട്ടോ. കാരണം ആ ഒരു ടൈമൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അവിടെ സ്റ്റിച്ചും കാര്യങ്ങളൊക്കെ വരുമ്പോൾ പാൻറ്റീസൊക്കെ ഇടുകയെന്ന് വെച്ചാൽ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളത് അതത്ര യൂസ്ഫുള്ളാവും എന്ന് തോന്നുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ പാഡ് മാത്രം വാങ്ങിച്ചത്. പിന്നീട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഹോസ്പിറ്റലിൽ നിന്ന് വാങ്ങിക്കാമല്ലോ. അപ്പോൾ എനിക്ക് തോന്നുന്നു ഡെലിവറി കഴിഞ്ഞ ഉടനെയൊന്നും ആ ഒരു പാൻറ്റീസൊക്കെ ഇടുക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ നല്ലത് കോട്ടൺ തുണികളോ അല്ലെങ്കിൽ പാഡൊക്കെയാണ് യൂസ് ചെയ്യുന്നത് നല്ലത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പാൻറ്റീസ് എക്സ്ട്രാ വാങ്ങിച്ചിട്ടില്ല. ഈ ഒരു കവർ പാഡ് മാത്രമാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത്രയൊക്കെയാണ് എൻ്റെ ഒരു ബാഗിലേക്ക് ഞാൻ പാക്ക് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് ബേബിയുടേത് എന്തൊക്കെയാണ് പാക്ക് ചെയ്തിട്ടുള്ളതെന്ന് കാണാം. അപ്പോൾ ബേബിയുടെ സാധനങ്ങളൊക്കെ നമ്മൾ വാങ്ങിച്ചിട്ടുള്ളത് ഫസ്റ്റ് ക്രൈയിൽ നിന്നാണ് കേട്ടോ. നമ്മൾ കടയിൽ പോയിട്ടാണ് വാങ്ങിച്ചിട്ടുള്ളത്, ഓൺലൈനായിട്ടല്ല, പോയി തന്നെ നോക്കി വാങ്ങിച്ചതാണ്. അപ്പോൾ അതിലേക്ക് എന്തൊക്കെയാണ് പാക്ക് ചെയ്ത് വെച്ചിട്ടുള്ളതെന്ന് കാണിച്ചു തരാം. ഫസ്റ്റ് തന്നെ ഈ ഒരു വൈപ്സാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇത് ബേബി ഹഗിൻ്റെ വൈപ്സാണ്, വാട്ടർ വൈപ്സാണ് ഞാൻ എടുത്തിട്ടുള്ളത്. കാരണം വെറ്റ് വൈപ്സിനേക്കാളും നല്ലത് വാട്ടർ വൈപ്സാണ്. ഡോക്ടേഴ്സൊക്കെ വാട്ടർ വൈപ്സ് യൂസ് ചെയ്യണം എന്നാണ് കേട്ടോ പറയുന്നത്. അതായത് ബേബിയുടെ സ്കിന്നിനൊക്കെ നല്ലത് ഈ ഒരു വൈപ്സാണ്. അതുകൊണ്ട് ഞാൻ അതൊരു പാക്ക് എടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് ഈ ഒരു പാമ്പേഴ്സാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇതും ബേബി ഹഗിൻ്റെ തന്നെയാണ് വരുന്നത്. അപ്പോൾ ഞാൻ കുഞ്ഞ് കവർ എടുക്കാമെന്ന് വെച്ചിട്ടാണ് പോയത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യമൊക്കെ പാമ്പേഴ്സ് യൂസ് ചെയ്യുമ്പം കുട്ടികൾക്ക് അലർജി റാഷസൊക്കെ വരാനുള്ള ചാൻസ് ഉണ്ട് ചില ബ്രാൻഡിൻ്റേത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ചെറുതെടുക്കാമെന്ന് വെച്ചിട്ടാണ് പോയത്. പക്ഷേ അവിടെ നിന്ന് അവർ പറഞ്ഞു ഇതിനങ്ങനെ റാഷസോ അല്ലെങ്കിൽ അലർജി അങ്ങനെ വരാറില്ല ബേബീസിനെന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ അത്യാവശ്യം വലിയ കവർ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതാണ് സെക്കൻഡ് വെച്ചിട്ടുള്ളത്. പിന്നെ ഈ ഒരു കവറിൽ നമുക്ക് കുട്ടി ഉടുപ്പുകളാണ് കേട്ടോ വെച്ചിട്ടുള്ളത്. ആദ്യം ഞാൻ ഈ ഒരു കവറിൽ വെച്ചിട്ടുള്ളത് ഈ ഒരു ഹൂഡ ടവലാണ് കേട്ടോ. ഇതാ ഇങ്ങനെ വരുന്ന ഒരു ഹൂഡ ടവലാണ്, ഇതാണ് വെച്ചിട്ടുള്ളത്. ഇങ്ങനെ ബട്ടൺസ് വരുന്ന ഡ്രസ്സ്, നമുക്കിങ്ങനെ പ്രസ് ബട്ടൺ വരുന്ന ഇങ്ങനത്തെ ഡ്രസ്സ് ഉണ്ടല്ലോ, ഇതാണ് എടുത്തിട്ടുള്ളത്. ലൈറ്റ് കളേഴ്സാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇതൊരു 4 എണ്ണം വെച്ച് കൊടുത്തിട്ടുണ്ട് ഡ്രസ്സ്. ഇതൊക്കെ നമ്മൾ വാഷ് ചെയ്ത് ഉണക്കി ഇസ്തിരി ഇട്ടതാണ് കേട്ടോ. പിന്നെ ഈ ഒരു കെട്ടുടുപ്പാണ്, ഇങ്ങനെ വൈറ്റ് കെട്ടുടുപ്പ്. ഇത് നമ്മൾ 10 എണ്ണം എടുത്തിട്ടുണ്ട് കെട്ടുടുപ്പ്. ഇങ്ങനെ വൈറ്റ് ക്ലോത്ത് കട്ട് ചെയ്ത് അതിൻ്റെ 4 സൈഡും സ്റ്റിച്ച് ചെയ്ത് ഇസ്തിരി ഇട്ട് വെച്ചതാണ്. അപ്പം അങ്ങനെ കുറച്ചെണ്ണം കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ പുതിയ തുണി മീറ്റർ വാങ്ങിച്ചിട്ട് കട്ട് ചെയ്ത് വെച്ചതാണ് കേട്ടോ. അതിൻ്റെ ആ ഒരു 4 സൈഡും സ്റ്റിച്ച് ചെയ്തും എടുത്തിട്ടുണ്ട്. ഡ്രൈ ഷീറ്റാണ് കേട്ടോ. ഈ ഒരു ഡ്രൈ ഷീറ്റാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ഇതൊന്നും മാത്രമേ ഞാൻ വാങ്ങിച്ചിട്ടുള്ളൂ, വേണമെന്നുണ്ടെങ്കിൽ പിന്നെ നോക്കിയിട്ട് ഒന്നും കൂടെ വാങ്ങിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഒരു ഡ്രൈ ഷീറ്റ് നമ്മൾ ഹോസ്പിറ്റലിലേക്ക് എടുക്കുന്നുണ്ട്. പിന്നെ സെപ്പറേറ്റ് ആയിട്ട് ഞാനൊരു ബാഗ് എടുത്തിട്ടുണ്ട്. അത് ഇതാണ്. ഇതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ഇവർക്ക് ലേബർ റൂമിലേക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള എളുപ്പത്തിനാണ് കേട്ടോ ഇങ്ങനെ ഒരു ബാഗാക്കിയിട്ട് തന്നെ വെച്ചിട്ടുള്ളത്. ഇതിൽ വെച്ചിട്ടുള്ളത് 2 കെട്ടുടുപ്പ് ഞാൻ വെച്ചിട്ടുണ്ട്. കാരണം അഥവാ ലേബർ റൂമിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ കൊടുക്കാൻ വേണ്ടിയിട്ട്.
പിന്നെ ഒരു ഹൂഡ ടവൽ എടുത്തിട്ടുണ്ട്. ഇത് വൈറ്റ് ആണ് കേട്ടോ വരുന്നത്. ഈ ഒരു ഹൂഡ ടവലാണ് വൈറ്റിൽ ഇങ്ങനെ കുറച്ച് പ്രിന്റുകളൊക്കെ വരുന്നത്. ഇതാണ് ഈ ഒരു കവറിൽ വെച്ചിട്ടുള്ളത്. പിന്നെ ഒരു വൈറ്റ് നല്ല കട്ടിയുള്ള ക്ലോത്താണ് കേട്ടോ ഇത് ഇതുപോലെ തന്നെ കട്ട് ചെയ്തിട്ട് അതിൻ്റെ ആ ഒരു സൈഡ് ഭാഗം സ്റ്റിച്ച് ചെയ്തെടുത്തതാണ്. അപ്പോൾ ഇത് നമ്മുടെ ബേബീനെ റിസീവിങ് ടവലൊക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ വെച്ചതാണ് കേട്ടോ. നമ്മുടെ ഹോസ്പിറ്റലിൽ നിന്ന് തന്നെ അവർ റിസീവിങ് ടവലിലാണ് കേട്ടോ ബേബീനെ തരിക. എന്നാലും ഞാൻ എക്സ്ട്രാ ഈ ഒരു തുണി എടുത്ത് വെച്ചു എന്നേ ഉള്ളൂ. ഇതിൻ്റെ ആ ഒരു 4 ഭാഗമൊക്കെ സ്റ്റിച്ച് ചെയ്ത് കുറച്ച് വലിപ്പത്തിൽ തന്നെയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. പിന്നെ അത്യാവശ്യം നല്ല കട്ടിയുള്ളൊരു മെറ്റീരിയലുമാണ്. അപ്പോൾ അത് ഞാൻ ജസ്റ്റ് എടുത്ത് വെച്ചു എന്നേ ഉള്ളൂ, ആവശ്യം വരില്ല എന്നാലും വെച്ചു. പിന്നെ എടുത്തിട്ടുള്ളത് ഇതാണ്. ഇത് നമ്മുടെ മിറ്റൻസും ബൂട്ടീസും ആണ് കേട്ടോ. ഇതും ഫസ്റ്റ് നമുക്ക് ലേബർ റൂമിലേക്ക് ആവശ്യം വരുമോ എന്നുള്ളത് കറക്റ്റ് അറിയില്ല. എന്നാലും ഞാൻ ആ ഒരു കവറിൽ തന്നെയാണ് വെച്ചിട്ടുള്ളത്, അവർക്ക് പെട്ടെന്ന് കാണാൻ വേണ്ടിയിട്ട്. ക്യാപ്പ് വരുന്നുണ്ട് ഇതിൻ്റെ കൂടെ. പിന്നെ മിറ്റൻസും ബൂട്ടീസും ഇങ്ങനെയാണ് കേട്ടോ വരുന്നത്. ഒരു ക്യാപ്പ്. പിന്നെ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഇതാണ്. ഇതിൽ നമുക്ക് വരുന്നത് ഇത് ഞാൻ 3 ബെഡുള്ള കോംബോ ആണ് കേട്ടോ എടുത്തിട്ടുള്ളത്. പക്ഷെ അതിലൊരു ബെഡ് ഒഴിവാക്കിയിട്ടുണ്ട്, കാരണം അത് നമുക്ക് ഹോസ്പിറ്റലിലേക്ക് ആവശ്യമൊന്നും വരില്ല. ഇതിൽ നമുക്ക് ഫസ്റ്റ് ഈ ഒരു ബേബീനെ ക്യാരി ചെയ്യാനുള്ള സ്ലീപ്പിംഗ് ബാഗാണ് കേട്ടോ. ഫസ്റ്റ് അത് വെച്ചിട്ടുണ്ട്. പിന്നെ മൊസ്കിറ്റോ ബെഡാണ് എടുത്തിട്ടുള്ളത്. ഇതും നമുക്ക് ഹോസ്പിറ്റലിലേക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ഐറ്റമാണ്. അപ്പോൾ ഇതിൻ്റെ കൂടെ ഒരു ബെഡും കൂടെ എനിക്ക് വരുന്നുണ്ട്. നമുക്കിങ്ങനെ തൊട്ടിലൊക്കെ വെച്ച് കൊടുക്കാനല്ല. ആ ബെഡ് എന്തായാലും ഞാൻ എടുക്കുന്നില്ല, അതെനിക്ക് വേണം തോന്നില്ല. പിന്നെ ബേബിക്ക് വേണ്ടിയിട്ട് ഒരു പില്ലോയും കൂടെ എക്സ്ട്രാ എടുക്കുന്നുണ്ട് കേട്ടോ, ഈ ഒരു പില്ലോ. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഹോസ്പിറ്റലിലേക്ക് വേണ്ട ബാഗ് പാക്കിങ്ങിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഇതിലിനി എനിക്ക് വെക്കാനുള്ളത് പ്ലേറ്റ്, ഗ്ലാസ്, സ്പൂൺ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വെക്കാനുണ്ട്. പിന്നെ നമുക്ക് ഒരു ഫ്ലാസ്ക് വെക്കാനുണ്ട്. ചൂടുവെള്ളമൊക്കെ എന്തായാലും ആവശ്യമായിരിക്കും, അപ്പോൾ ഒരു ഫ്ലാസ്കും കൂടെ വെക്കാനുണ്ട്. പിന്നെ എല്ലാവരും പറയുന്ന പോലെ നമുക്ക് നമ്മുടെ കാണിച്ച പേപ്പേഴ്സും കാര്യങ്ങളും സ്കാനിങ് റിപ്പോർട്ടും അങ്ങനെയുള്ളത് വെക്കാനുണ്ട്. പിന്നെ എക്സ്ട്രാ വെക്കാനുള്ളത് ബേബിയുടെ ഒരു ബ്ലാങ്കറ്റും കൂടെ എടുക്കാനുണ്ട്, അതും കൂടെയാണ് കേട്ടോ വെക്കാനുള്ളത്. പിന്നെ നമ്മളെ ID പ്രൂഫ് എന്തെങ്കിലും വേണ്ടി വരും, അതും കൂടെ. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ബാഗ് പാക്കിങ്ങിൽ ഇനി ഉൾപ്പെടുത്താനുള്ളത്. അപ്പോൾ ഏട്ടനാണെങ്കിൽ നാട്ടിലേക്ക് വരുമ്പോൾ ഇതൊക്കെ വാങ്ങിച്ചിട്ടാണ് കേട്ടോ വരുന്നത്. ഈ ഒരു ഫ്ലാസ്കും ബേബിയുടെ ബ്ലാങ്കറ്റ് ഇതൊക്കെ വാങ്ങിച്ചിട്ടാണ് വരുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഇവിടുന്ന് വാങ്ങിച്ച് അതൊന്നും വയ്ക്കാതിരുന്നത്. അപ്പോൾ ഏട്ടൻ വന്നതിന് ശേഷം നമുക്ക് അതൊക്കെ ബാഗിലേക്ക് വെക്കണം. പിന്നെ ആണെങ്കിൽ നമുക്ക് വീട്ടിലേക്ക് വരുമ്പോൾ ഡിസ്ചാർജ് ആയിട്ട് വരുമ്പോൾ ബേബിക്ക് ഇട്ട് കൊടുക്കാനുള്ള ഡ്രസ്സും ഏട്ടൻ അവിടെ നിന്നാണ് കേട്ടോ വാങ്ങിച്ചിട്ടുള്ളത്. അപ്പോൾ അതും കൂടെ ഇതിലേക്ക് വയ്ക്കാനുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് എൻ്റെ ഒരു ഹോസ്പിറ്റൽ ബാഗ് പാക്കിംഗ് വീഡിയോ എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇഷ്ടമായ എന്തായാലും ലൈക്ക് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം കേട്ടോ. ബൈ.